അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് 1.5 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഷാഡോ ബാൻ എന്താണെന്ന് അറിയണ്ടേ. വീഡിയോസ് അപ്ലോഡ് ചെയ്തതിനു ശേഷം പുതിയ യൂട്യൂബേഴ്സ് ചില മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ ചെയ്യാറുണ്ട്. അത്തരം മിസ്റ്റേക്സ് നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിനെ തന്നെ കാര്യമായ രീതിയിൽ അഫക്ട് ചെയ്യാറുമുണ്ട്. ഷാഡോ ബാനിൽ അകപ്പെടാതെ നിങ്ങളുടെ ചാനലിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ആർക്കെങ്കിലും ഒക്കെ ചെറിയ രീതിയിൽ ഇൻസ്പിറേഷൻ ആയേക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൻസി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. അതിനുശേഷം ഷാഡോ ബാനിൽ അകപ്പെടാൻ സാധ്യതയുള്ള 4 റീസൺസും പറയാം. ഞാൻ യൂട്യൂബ് ഫീൽഡിൽ തികച്ചും പുതിയ ഒരാളാണ്. എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 8 മാസത്തോളം ആകുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 4 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഷോർട്ട് വീഡിയോസിലൂടെ 1000 സബ്സ്ക്രൈബേഴ്സിനെ അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ ലോങ് വീഡിയോസിലൊന്നും കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ 1000 സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഞാനൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയുണ്ടായി. ഞാനൊരു സാറ്റർഡേ ഈവനിങ്ങിലാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് രാവിലെ എണീക്കുമ്പം ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പം ആരെങ്കിലും കണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ആദ്യം കണ്ടൊരു കമന്റ് ആണ്, 5 മണിക്കൂറായിട്ടും ഇത്രയും വ്യൂസേ ആയിട്ടുള്ളൂ. നമ്മൾ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള ഒരു കമന്റ്. ശരിക്കും ആ കമന്റ് കണ്ടപ്പം ഇങ്ങനെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന ആ ഒരു നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചു. ഈ കമന്റ് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അങ്ങനെ പലരും കാണും. അവരൊക്കെ എന്ത് വിചാരിക്കും, ഇപ്പൊ വലിയ സംഭവം ആയിക്കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പതോ എങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും പലയിടത്തുനിന്നും വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചിന്തിച്ച് വേണ്ട വീഡിയോ ഡിലീറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ചാനൽ തന്നെ നിർത്താം എന്നൊക്കെ ഞാൻ ആ ഒരു സമയത്ത് ചിന്തിക്കുകയുണ്ടായി. പിന്നെ ഞാൻ വിചാരിച്ചു, മറ്റുള്ളവരെ മൈൻഡ് ചെയ്യുന്ന എന്തിനാ, വരുന്നിടത്ത് വെച്ച് കാണാം, ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു. അങ്ങനെ മുമ്പോട്ട് പോയി. വ്യൂസ് ഒക്കെ ആണെങ്കിൽ പരമശോകം. ഇതിന്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വേറെ. ആദ്യത്തെ ഒരു 24 മണിക്കൂർ കിട്ടിയ വ്യൂസ് ആണെങ്കിലോ 140 വ്യൂസ്, കഷ്ടിച്ച് 300 ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ. ആ വീഡിയോയ്ക്ക് അനക്കമില്ല. ഞാൻ പിന്നെ ആ വീഡിയോ വിട്ടു. ഇതിന്റെ ഇടയിൽ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. വീക്ക്ലി വൺസ് ഒരു ലോങ് വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് 1.5 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ പതുക്കെ കയറാൻ തുടങ്ങി. അങ്ങനെ ഒരു ജൂലൈ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് അതിലൊരു 4000 വ്യൂസ് വന്നു. ജൂലൈ പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് 18000 വ്യൂസ്, ഓഗസ്റ്റ് പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് 28000 വ്യൂസ്, സെപ്റ്റംബർ പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 40000 വ്യൂസ്. ഇപ്പൊ അത് ശരിക്കും ഒക്ടോബർ മാസം ഇപ്പൊ ഏകദേശം ഒരു 45000 വ്യൂസിലാണ് ആ വീഡിയോ എത്തി നിൽക്കുന്നത്. ഞാൻ അന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് 1K സബ്സ്ക്രൈബേഴ്സ്, അതായത് എന്റെ ചാനലിലെ 4/1 സബ്സ്ക്രൈബേഴ്സും കിട്ടിയത് ആ ഒരൊറ്റ വീഡിയോയിലൂടെയാണ്. ഏകദേശം 2000 അടുപ്പിച്ച് വാച്ച് അവറും എനിക്ക് ആ വീഡിയോയിലൂടെ കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ അന്ന് ആ നെഗറ്റീവ് കമന്റ്സ് കേട്ടതിന്റെ പേരിൽ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലോ, അല്ലെങ്കിൽ വേണ്ട ഞാൻ എല്ലാം നിർത്തുക എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നെങ്കിലോ, ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നെങ്കിലോ, എനിക്ക് ഈ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നോ? എനിക്കിപ്പം നിങ്ങളോട് ഈ രീതിയിൽ വന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നോ? ഒറ്റ വീഡിയോയിൽ 1K സബ്സ്ക്രൈബേഴ്സ്. ഒരു പുതിയ യൂട്യൂബറായ എനിക്ക് ഇത്രയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും പറ്റും. നിങ്ങളുടെ വീഡിയോസിനൊന്നും വ്യൂസ് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കണ്ട. വീക്ക്ലി വൺസ് എങ്കിലും ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾ യൂട്യൂബിൽ കൊടുക്കുക. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. ഇനി ഞാൻ വീഡിയോയിലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ നിങ്ങളുടെ ചാനലിൽ ഷാഡോ ബാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു 4 റീസൺസ്. ആദ്യം തന്നെ ഷാഡോ ബാൻ എന്താണെന്ന് അറിയണ്ടേ. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ മൂലം യൂട്യൂബ് തന്നെ നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തും കുറയ്ക്കുക, ഫ്രീസ് ആയി പോവുക. അത്തരം സിറ്റുവേഷൻസിനെയാണ് ഷാഡോ ബാൻ എന്ന് പറയുന്നത്. നിങ്ങൾ കരുതും ഇത് വലിയ കമ്മ്യൂണിറ്റി സ്ട്രൈക്കോ കോപ്പിറൈറ്റോ ഒന്നും അല്ലല്ലോ എന്ന്. ശരിക്കും ഷാഡോ ബാൻ നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്തിനെ തന്നെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഷാഡോ ബാൻ വരാനുള്ള 4 റീസൺസ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് എങ്ങനെയോ ആയിക്കോട്ടെ, അതിനു മുമ്പുള്ള എഡിറ്റിംഗ്സ് ഒക്കെ ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത്
ഡിലീറ്റ് ചെയ്യാന്നോ അത് റീ അപ്ലോഡ് ചെയ്യാന്നോ കരുതരുത്. സെക്കൻഡ് വൺ, യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ചെയ്യുക, വീക്ക്ലി വൺസ് എങ്കിലും ലോങ് വീഡിയോസ് ചെയ്യുക. ആക്റ്റീവ് ആയിട്ട് നിന്നാലേ നിങ്ങളുടെ വ്യൂവേഴ്സ് നിങ്ങളെ ഫോളോ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബിന്റെ അൽഗോരിതത്തിന് നിങ്ങൾ എന്ത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് കണ്ടന്റ് ഇടുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയോ ലൈവ് വഴിയോ എങ്ങനെയെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ ആക്റ്റീവായി നിൽക്കുക. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ടൈറ്റില് തമ്പനെയില് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള 3 മണിക്കൂറും വീഡിയോ പബ്ലിക് ആക്കിയതിന് ശേഷമുള്ള 3 മണിക്കൂറും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടൈമാണ്. ടൈറ്റിലും തമ്പനയിലും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് റിപ്പീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചാനലിനെ നെഗറ്റീവായിട്ടേ ബാധിക്കത്തുള്ളൂ. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു തെറ്റാണ്. നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. വ്യൂസ് കിട്ടുന്നില്ല എന്ന് കരുതി നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള വ്യൂവേഴ്സ് ഓട്ടോമാറ്റിക്കലി വരും. നിങ്ങൾ എഫേർട്ട് ഇട്ട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നിങ്ങൾക്ക് വ്യൂസ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും പിന്നീട് ഉറപ്പായിട്ട് നിങ്ങളുടെ വ്യൂസ് കയറും. ജെന്യുവൻ ആയിട്ടുള്ള വ്യൂവേഴ്സ് വരും. അഥവാ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഇൻട്രസ്റ്റഡ് അല്ലാത്തവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ 4 റീസൺസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ചാനലിൽ വരുത്താതെ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കുക. നെഗറ്റീവ് കമന്റ്സ് ആയിക്കോട്ടെ പോസിറ്റീവ് കമന്റ്സ് ആയിക്കോട്ടെ റിപ്ലൈ കൊടുക്കുക. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് തന്നെ പോവുക. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരെ നെഗറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്യാതെ ഒരു പോസിറ്റീവ് സൈഡ് എന്നുള്ള രീതിയിൽ അത് പോസിറ്റീവ് ആക്കി തന്നെ വിടുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.